അസ്സലാമു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ 7ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദർസുസാബിർ 7ാമത്തെ പാഠം ശുറൂത്തുസ് സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നാം ഈ പാഠത്തിൽ നിസ്കാരത്തിന്റെ ഷർത്തുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതൊരു പാട്ടിന്റെ രൂപത്തിലാണ് പഠിക്കുന്നത്. ആ പാട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് എളുപ്പമാണ്. 1ാമത്തെ വരി നോക്കൂ. നിസ്കാരം ശരിയാവാൻ ഷർത്തുണ്ടല്ലോ, ഷർത്തുകൾ 5 പഠിക്കാമല്ലോ. ചെറുതും വലുതും അശുദ്ധികളെ ശുദ്ധി വരുത്തിയിടൽ ഒന്നാണല്ലോ. സ്ഥലവും ശരീരവും വസ്ത്രമെല്ലാം ശുദ്ധി വരുത്തിയിടൽ 2ആണല്ലോ. ഔറത്ത് കാണാതിരിക്കും വിധം നന്നായി മറക്കലും 3ആണല്ലോ. ഓരോരോ നിസ്കാരത്തിന്റെ നേരം ആവലും അറിയലും 4ആണല്ലോ. പരിശുദ്ധ കഅബയ്ക്ക് നേരെ നിന്ന് നിസ്കാരം ചെയ്തിടൽ 5ആണല്ലോ. കൂട്ടുകാർക്ക് ഈ പാട്ട് മനസ്സിലായില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നമ്മള ഉൽബാലുനാത്ത് ശുറൂത്തുസ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. ഇപ്പുറത്ത് നമുക്ക് 5 ബലൂണുകൾ കൊടുത്തിരിക്കുന്നു. ഓരോ ബലൂണിലും ഓരോ നിസ്കാരത്തിന്റെ ഷർത്തുകൾ പൂരിപ്പിക്കണം. 1. 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാവുക. 2. നജസിൽ നിന്നും ശുദ്ധിയാവുക. 3. ഔറത്ത് മറയ്ക്കുക. 4. സമയം ആയെന്നറിയുക. 5. ഖിബ്ലയ്ക്ക് മുന്നിടുക. തദ്രീബാത്തിൽ 2ാമത്തെ പ്രവർത്തനം നുജീബ്. 1. നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര? ഉത്തരം: നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5ആകുന്നു. 2. നിസ്കരിക്കുമ്പോൾ എവിടേക്ക് മുന്നിടണം? ഉത്തരം: ഖിബ്ലയ്ക്ക് മുന്നിടണം. ഖിബ്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കഅബയാണ്. അടുത്ത പേജ് നോക്കൂ. 3. ഔറത്ത് എന്നാൽ എന്ത്? ഉത്തരം: നമ്മുടെ ശരീരത്തിൽ നിന്ന് മറ്റുള്ളവർ കാണാൻ പറ്റാത്ത ഭാഗങ്ങളാണ് ഔറത്ത്. 4. നിസ്കരിക്കുന്നവർക്ക് എവിടെയെല്ലാം ശുദ്ധി വേണം? ഉത്തരം: സ്ഥലവും ശരീരവും വസ്ത്രവും. 5. 2 അശുദ്ധികൾ ഏതെല്ലാം? 1 ചെറിയ അശുദ്ധി, 2 വലിയ അശുദ്ധി. തദ്രീബാത്തിൽ 3ാമത്തെ പ്രവർത്തനം നസ്അലുൽ ഉസ്താദ് വനക്തുബ്, ഉസ്താദിനോട് ചോദിച്ച് എഴുതാനുള്ളതാണ്. 1. പുരുഷന്റെ ഔറത്ത്, മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ. 2. സ്ത്രീയുടെ ഔറത്ത്, നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം ശുറൂത്തുസ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ ഷർത്തുകളുടെ ഒരു പട്ടിക തയ്യാറാക്കാനുള്ളതാണ്. അപ്പം ഞാനിവിടെ എൻ്റെ നോട്ട്ബുക്കിൽ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാർ അതുപോലെ ചാർട്ടിൽ നല്ല വൃത്തിയായി എഴുതുക. നിസ്കാരത്തിന്റെ ഷർത്തുകൾ: 1. 2 അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാവുക. 2. നജസിൽ നിന്നും ശുദ്ധിയാവുക. 3. ഔറത്ത് മറയ്ക്കുക. 4. സമയമായെന്നറിയുക. 5. ഖിബ്ലയ്ക്ക് മുന്നിടുക. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അതുപോലെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. ശുദ്ധി, അശുദ്ധി, പരിശുദ്ധം. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.